പരമഗുരവേ നമ. കോട്ടയം SNDP യൂണിയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ വിദൂരദർശന പഠന പരിപാടിയുടെ ഭാഗമായുള്ള ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് മഞ്ജു KS. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏവർക്കും പഠന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുരുവാര പാഠശാലയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ആദ്യ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട അധ്യാപിക നമുക്ക് ഗുരുകൃതികൾക്ക് ഒരു ആമുഖം എന്ന വിഷയമാണ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഭഗവാനാൽ വിരചിതമായ പ്രബോധനാത്മക കൃതിയായ അനുകമ്പാ ദശകത്തിൻ്റെ 3 മന്ത്രങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചു. ഇത്തവണ 4, 5, 6 മന്ത്രങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപിക സന്ധ്യ വിജയകുമാർ നമ്മെ പഠിപ്പിക്കുന്നത്. ശ്രീബുദ്ധൻ്റെ അഹിംസയും ശ്രീ യേശുദേവൻ്റെ സ്നേഹവും നബി തിരുമേനിയുടെ സാഹോദര്യവും ഇതെല്ലാം ചേർന്ന് അതിനുപരിയായി അനുകമ്പാമൂർത്തിയുമായ ഭഗവാൻ ഒരു പീഡയും എറുമ്പിന് പോലും കാരണവശാലും ആരിൽ നിന്നും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുകയും അതിനായി അനുകമ്പയുള്ള മനസ്സ് എല്ലാവർക്കും നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിരചിച്ച ഈ പ്രബോധനാത്മക കൃതിയുടെ ബാക്കി ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതിനായി ബഹുമാന്യയായ അധ്യാപിക സന്ധ്യ വിജയകുമാറിനെ സാദരം സ്വാഗതം ചെയ്യുന്നു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. എല്ലാവർക്കും എൻ്റെ ഏറെ വിനീതമായ നമസ്തേ. ഇന്ന് സാറ് സൂചിപ്പിച്ചതുപോലെ അനുകമ്പാമൂർത്തിയായ മഹാഗുരു നമുക്ക് നൽകിയ അനുകമ്പാ ദശകത്തിന്റെ 7 വരെയുള്ള മന്ത്രങ്ങൾ ഇന്ന് പഠിപ്പിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. സാറ് പറഞ്ഞത് 6 വരെയാണ്. നമുക്ക് 7 വരെ ഇന്ന് പരിചയപ്പെട്ടെങ്കിലേ ഉള്ളൂ അടുത്തൊരു ക്ലാസ് കൊണ്ട് ഇത് തീർക്കാൻ സാധിക്കത്തുള്ളൂ. 8, 9, 10 പിന്നീട് ഒരു ഫലശ്രുതിയും കൂടി ഉണ്ട്, ഗുരു ഇതിന് നൽകുന്നുണ്ട്. അങ്ങനെ അടുത്ത ക്ലാസ്സിലും 4 മന്ത്രങ്ങൾ കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. പുതിയ മന്ത്രം നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. കഴിഞ്ഞ മന്ത്രങ്ങളിലെ കാര്യങ്ങളെല്ലാം സാറ് സവിസ്തരം നമുക്ക് പറഞ്ഞു തന്നു. ഇനി അരുള് ഉള്ളവനാണ് ജീവി എന്നൊരു മഹാമന്ത്രം മഹാഗുരു നമുക്ക് ഓതി തന്നിട്ടുണ്ട്. ഒരുപാട് മന്ത്രങ്ങളുള്ള അക്ഷഭാരതത്തിൽ പുതിയൊരു മന്ത്രദ്രഷ്ടാവായ ഗുരു നമുക്ക് നൽകി. ആ മഹാഗുരു നമ്മളോട് പറയുകയാണ്, അരുളില്ലയതെങ്കിൽ അസ്ഥിതോൾ സിരനാറുന്നൊരുടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കും അമ്പു അപ്പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പമാ. അരുള്, അൻപ്, അനുകമ്പ ഇത് 3നും ഒരേ തുല്യമായ സ്ഥാനമാണ് കൊടുക്കുന്നത്. 2നെയും മൂല്യത്തിന് ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് ഗുരു ഇവിടെ 4ാമത്തെ മന്ത്രത്തിൽ പറയുകയാണ്,
അരുളില്ല യതെങ്കിൽ, ഈ അരുളെന്ന് പറയുന്നത് യാതൊരുവനാലോ ഇല്ലാത്തത് അവൻ ആരാണ്? അസ്ഥിത്തോൽ സിര നാറുന്നൊരുടമ്പ് താനവൻ. എന്താ ഈ അസ്ഥി നാറുന്ന സിരയും ഒക്കെ നാറുന്നതൊക്കെ ഗുരു പറയുന്നത് ആത്മോപദേശത്തിൽ ഒരു നാറുന്ന അളിക്കുക എന്ന് പറഞ്ഞു തരുന്നുണ്ട് നമ്മള്. ഇവിടെ വീണ്ടും ആ നാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെയൊക്കെ എത്ര കുട്ടിയിട്ട് എത്രയൊക്കെ സ്പ്രേ അടിച്ച് എത്രയൊക്കെ നടന്നു കഴിഞ്ഞാലും നമ്മളൊക്കെ വെറും നാറ്റം ഉള്ള ഒരു ഉടമ്പാകുന്നു, ശരീരമാകുന്നു എന്നാണ് ഗുരു പറയുന്നത്. കാരണം ഈ സത്ത് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? ശിവമയം പോയി കഴിഞ്ഞാൽ ശവമാണ് ഉള്ളത്. അതിനെത്ര സ്പ്രേ അടിച്ചാലും അത് നാറുന്ന സംഭവം തന്നെയാകുന്നു. അതുകൊണ്ട് ഗുരു പറയാണ്, സപ്തമലങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ ശരീരത്തിനെയാണ് ഗുരു നാറുന്ന ഉടമ്പെന്ന് പറയുന്നത്. 7 മലങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്ഥി, തൊലി, രക്തം, മാംസം, മേധസ്, മജ്ജ, ശുക്ലം. ഇങ്ങനെ 7 മലങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് ഭൂരിഭാഗവും ജലം തന്നെയല്ലേ, രക്തവും ശുക്ലവും അതൊക്കെ എന്താണ്? ദ്രവരൂപത്തിലുള്ളതാണ്. അപ്പൊ ഈ 7 മലങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഉടമ്പാണെന്ന് നമ്മുടെ ശരീരം എന്നാണ് ഗുരു പറഞ്ഞു തരുന്നത്. എങ്ങനെയുള്ള ശരീരമാണ്? അരുളില്ലെങ്കിൽ, യാതൊരുവനിലാണോ ഈ അരുളെന്ന ഗുണം ഇല്ലാത്തത് അവൻ ഈ സപ്തമലങ്ങൾ കൊണ്ട് നിർമ്മിച്ച വെറും ഒരു ശരീരം മാത്രമാകുന്നു. അവനെ മനുഷ്യനെന്ന് പറയാൻ പോലും പറ്റില്ല എന്ന ഗുരു പറഞ്ഞു തരുന്നത് നമ്മളോട്. നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നത്? ഒരാൾക്ക് വലിയ കാശുണ്ട്, അല്ല അവൻ വലിയ കേമനാന്ന് പറയും. എന്നാൽ ഇതൊന്നും അല്ല ഒരു മനുഷ്യന്റെ മനുഷ്യത്വത്തെ കണക്ക് ആക്കുന്നത് അവന്റെ അരുളാണ്, അവനിലെ കാരുണ്യമാണ്, അവനിലെ അൻപാണ്, അവനിലെ സ്നേഹമാണ്, ദയയാണ്. ഇതൊക്കെയാണ് മഹാഗുരു ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നതായി പറഞ്ഞു തരുന്നത് നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിന്റെ ക്ഷേത്രപ്രതിഷ്ഠയിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഫലകത്തിൽ നടുക്ക് ഓം എഴുതിയിട്ട് അതിന് ചുറ്റും ഗുരു എന്താണ് എഴുതി വെച്ചത്? പ്രാപ്തിക്കാൻ. ഒരിടത്തും നമ്മൾ കാണാത്ത ഒരു പ്രതിഷ്ഠയാണ് ഗുരു നമുക്ക് നൽകിയത്. ഏതാ തന്നത്? സത്യം, ധർമ്മം, ദയ, ശാന്തി. സത്യവും ധർമ്മവും ദയയും ഉള്ളവന് എന്തുണ്ടാവും? ശാന്തി ഉണ്ടായിത്തീരുമെന്ന് ഗുരു നമുക്ക് ക്ഷേത്ര പ്രതിഷ്ഠയിലൂടെ തന്നെ കാണിച്ചു തരികയെന്ന്. അപ്പോൾ ഈ അരുളെന്ന് പറയുന്ന വികാരം, ഒരു ഗുണം യാതൊരുവനിലാണോ ഇല്ലാത്തത് അവൻ സപ്തമലങ്ങൾ കൊണ്ട് നിർമ്മിച്ച നാറുന്ന ഒരു ശരീരം മാത്രമാകുന്നു എന്ന് പറയുക. പിന്നെ ഈ നാറുന്ന ശരീരത്തെ ഗുരു 2 സംഭവങ്ങൾ, നമുക്ക് ചിരപരിചിതമായ 2 കാര്യങ്ങൾ പറഞ്ഞതിനെ അങ്ങ് പരിചയപ്പെടുത്തി തരിക. എന്തൊക്കെയാന്ന് നോക്കിയേ. മരുവിൽ പ്രവഹിക്കും അമ്പു. അമ്പു എന്ന് പറഞ്ഞാൽ എന്താണ്? ജലം. മരുഭൂമിയിൽ വെള്ളമുണ്ടോ? മരുഭൂമിയിൽ വെള്ളം ഇല്ല, പക്ഷെ ഉണ്ടെന്ന തോന്നൽ നമുക്കുണ്ട്. നല്ല വെയിലത്ത്, നല്ല വെട്ടി തിളങ്ങുന്ന വെയിലത്ത് മരുഭൂമിയിൽ നമുക്ക് എന്ത് തോന്നും? വെള്ളമുണ്ടെന്ന് തോന്നും. മൃഗതൃഷ്ണ എന്ന് പറയും. മാൻകൂട്ടങ്ങള് മരുഭൂമിയിൽ അകപ്പെടുമ്പോൾ വെള്ളമുണ്ടെന്ന് വിചാരിച്ച് ഇതുങ്ങൾ ഇങ്ങനെ ഓടി ചെല്ലും. ഒരിടത്ത് നോക്കുമ്പോൾ അതിനപ്പുറത്ത് തോന്നും. അങ്ങനെ ഓടി മാൻകൂട്ടം ആ മരുഭൂമിയിൽ പിടഞ്ഞു വീണ് മരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെയാണ്, യാതൊരു പ്രയോജനവുമില്ല, മരുഭൂമിയിൽ വെള്ളമില്ല, അത് അറിയാതെയാണ് മാൻകൂട്ടങ്ങൾ പോകുന്നത്. അത് മൃഗതൃഷ്ണ എന്നാണ് പറയുന്നത്. അപ്പോൾ മരുഭൂമിയിൽ ഇല്ലാത്ത ജലം പോലെയാണ് ആ മനുഷ്യൻ. ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് ഈ സമൂഹത്തിനോ അവനോ യാതൊരു പ്രയോജനവും ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അരുളെന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു വികാരം എന്ന് നമുക്ക് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് നമുക്ക് ആ വാക്ക് പ്രയോഗിക്കാം. അങ്ങനെ ഇല്ലാത്തവൻ അസ്ഥി, അതുപോലെ തന്നെ തൊലി, രക്തം, മാംസം, മേധസ്, മജ്ജ, ശുക്ലം. ഈ 7 വസ്തുക്കൾ കൊണ്ട് ചേർന്ന വെറും ഒരു ശരീരം മാത്രമാണ്. കുട്ടികൾ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും സാവധാനം ഞാൻ പറയുന്നത്. പിന്നീട് പറയുന്നതാണ് അപ്പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പമാം. പിന്നെ പറയണം, ഒരു പൂവിന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം? പൂവിന് നല്ലൊരു ഗന്ധം വരും. എല്ലാ മണമില്ലാത്ത പൂക്കളൊക്കെ ഇപ്പൊ ഈ ആധുനിക യുഗത്തുണ്ട് കേട്ടോ, തർക്കിക്കാൻ വരല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? പൂവിന് മണമുണ്ട്. എന്നാൽ മണമില്ലാത്ത പൂവിനെ കുറിച്ച്, ആ മണമില്ലാത്ത പൂവിനെ കുറിച്ച് ഒരു ഗുണമില്ലെന്നാണ് ഗുരു പറയുന്നത് കേട്ടോ. നിഷ്ഫല ഗന്ധപുഷ്പമായി, യാതൊരു ഫലവുമില്ല. ആ പൂവിനെ കൊണ്ട് ഒരു കായ ഉണ്ടാകത്തില്ല. ഒരു മാവൊക്കെ പൂത്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ.
അയ്യോ മാങ്ങ ഉണ്ടാവും, എനിക്ക് എൻ്റെ മാവ് പൂത്തു. നമ്മൾ വളരെ സന്തോഷത്തോടെ ഒരു മാവും തൈ കൊണ്ട് വെച്ച് അത് വളർന്ന് അതിൻ്റെ വളർച്ച കണ്ട് അതിൽ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അയ്യോ എൻ്റെ മാവ് പൂത്തല്ലോ, അതിന് നല്ല കാഫലം കിട്ടുമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഗുരു പറയാണ്, ഒരു പൂ പൂത്ത് കഴിഞ്ഞാൽ അതിന് മണവുമില്ല, ഇങ്ങനെ കായ്ഫലവും ഇല്ലെങ്കിൽ ആ പൂവിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് ഗുരു ചോദിക്കുന്നത്. അതുപോലെയാണ് ഒരു മനുഷ്യൻ അരുൾ ഇല്ലെങ്കിൽ അവൻ വെറും നാറുന്ന ശരീരം മാത്രമാകുന്നു എന്ന് നമുക്ക് ഗുരു വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പുതിയ പദം എന്ന് പറഞ്ഞാൽ അമ്പു എന്ന് പറഞ്ഞാൽ ജലം. അതാണ് ഒരു പുതിയ പദമുള്ളത്. അത് കുട്ടികൾക്കാണെങ്കിലും മനസ്സിലാക്കി വെക്കാം. അമ്പു എന്ന് പറഞ്ഞാൽ ജലമാണ്. മരുവ് എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ഇനി ഒരു പുതിയ പദം ഉടമ്പ് എന്ന് പറഞ്ഞ ശരീരം. ഈ 3 പദങ്ങൾ ഓർത്തിരുന്നാൽ മതി. എഴുതി എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ഒരാളൊന്ന് വോയിസ് വിടാവോ? എഴുതി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട് പറയാം. ചെറിയൊരു ഓക്കെ, ഞാൻ പറയാവേ, എഴുതിക്കോ. ഇവിടെ അരുളെന്ന് പറയുമ്പോൾ ബോധ സത്യത്തെ കുറിച്ചുള്ള ആ ഒരു അറിവെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ അതാണ് എഴുതുന്നത് കേട്ടല്ലോ. എഴുതിക്കോ. ബോധ സത്യത്തെ കുറിച്ചുള്ള അറിവും ബോധ സത്യത്തെ കുറിച്ചുള്ള അറിവും തുടർന്നുള്ള അനുകമ്പയും ഒരുവനിൽ ഇല്ലെന്ന് വന്നാൽ ആ മനുഷ്യൻ ഏഴു മലങ്ങൾ കൊണ്ട് നിർമ്മിച്ച ദുർഗന്ധം വമിക്കുന്ന ദേഹം മാത്രമായി കരുതപ്പെടും. ആ 7 മലങ്ങളൊന്ന് എഴുതിക്കോ കേട്ടോ, അല്ലെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ മറന്നുപോകും. 7 മലങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതി വെച്ചാൽ അതിന്റെ കൂടെ ഒരു ബ്രാക്കറ്റ് എഴുതിക്കോ. അസ്ഥി, തൊലി, രക്തം, മാംസം, മേധസ്, മജ്ജ, ശുക്ലം. ഇനി അടുത്ത 2 പേരുടെ അർത്ഥമേ. അങ്ങനെയുള്ള മനുഷ്യൻ മരുഭൂമിയിലെ വെള്ളമാണ്. അവന്റെ ജീവിതം കായും മണവുമില്ലാത്ത പൂവ് പോലെ, കായും മണവുമില്ലാത്ത പൂവ് പോലെ പ്രയോജനശൂന്യമായും ഭവിക്കുന്നു. നാലാമത്തെ മന്ത്രം ഒരിക്കൽ കൂടെ ചൊല്ലാമേ. അരുളില്ലയതെങ്കിൽ അസ്ഥി തോൽ സിരനാറുന്നൊരുടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കുമമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാ. ഇനി 5ാമത്തെ മന്ത്രത്തിൽ ഗുരു പറയുകയാണ്, അരുളെന്ന് പറയുന്ന ഈ ഒരു ഗുണം യാതൊരുവനിലാണ് ഇല്ലാത്തത്. അവന്റെ മറ്റൊരവസ്ഥയാണ് ഗുരു പറഞ്ഞു തരുന്നത്. വരുമാറു വിധം വികാരവും വരുമാറിൽ അറിവിന്നിതിന്നു നേർ ഉരുവാമുടൽ വിട്ടു കീർത്തിയാം ഉരുവാ നിങ്ങനുകമ്പ നിന്നിടും
അപ്പോൾ അരുളുള്ളവനാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് നമ്മളോട് പറഞ്ഞു തന്നു. ആ അരുളെന്ന ഗുണം യാതൊരുവനാളും ഇല്ലാത്തത്, അവൻ വെറും നാറുന്ന ഒരു ഉടമ്പ് മാത്രമാണെന്ന് പറഞ്ഞു ഗുരു. അപ്പോൾ ഈ നാറുന്ന ഈ ശരീരത്തിന് ഒരു 6 അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എത്ര അവസ്ഥയുണ്ട്? 6 അവസ്ഥ. ഈ 6 അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കാര്യമാണ് ഗുരു പറയുന്നത്. വരും 6 വിധം വികാരവും. ഇവിടെ വികാരം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ എന്ന അർത്ഥമാണ് കേട്ടല്ലോ എടുക്കേണ്ടത്. അപ്പോൾ ഈ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കൂടുതലും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ജനിക്കുക എന്നൊരവസ്ഥ, അതിനുശേഷം ജീവിച്ചിരിക്കുക എന്നൊരവസ്ഥ, അതിനുശേഷം മരിച്ചു പോകുന്നത്. ഈ 3 അവസ്ഥയെക്കുറിച്ചാണ് സാധാരണയായിട്ട് നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. എന്നാൽ വേദാന്ത ശാസ്ത്രത്തില് 6 അവസ്ഥയിലൂടെയാണ് ഒരു മനുഷ്യ ശരീരം മാത്രമല്ല, ഭൂമിയിൽ ജനിക്കുന്ന യാതൊരു ജീവജാലങ്ങളും സർവചരാചരങ്ങളും ഈ 6 അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ ജീവജാലങ്ങളും ചരാചരങ്ങളും എല്ലാം, വൃക്ഷലതാദികളും അതുപോലെ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും എല്ലാം ഈ 6 അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ 6 അവസ്ഥയെക്കുറിച്ച് ആദ്യമായി പറഞ്ഞു തന്നത് യാസ്കരൻ എന്ന് പറയുന്ന മുനിയാണ്. അദ്ദേഹത്തിന്റെ നിരുക്തം എന്ന വേദാന്ത ശാസ്ത്രത്തിലാണ് മനുഷ്യന്റെ അല്ലെ ജീവജാലങ്ങളുടെ ചരാചരങ്ങളുടെ ഈ 6 അവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നത്. അതൊന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് ജനനം, ജീവിതം, മരണം എന്നീ 3 ഘട്ടങ്ങളോട് കൂടിയതാണ് ആയുസ് എന്നാണ് സാധാരണയായി കരുതി പോരാറുള്ളത്. എന്നാൽ ദാർശനിക ചിന്ത ജീവിതത്തെ 6 ഭാവങ്ങളോട് കൂടി അഥവാ 6 ഘട്ടങ്ങളോട് കൂടിയാണ് കരുതപ്പെടുന്നത്. ഇവിടെയാണ് സാധാരണ ജീവിതത്തിൽ 3 അവസ്ഥയിലാണ് ഉള്ളത്. എങ്ങനെയാണ് 3 അവസ്ഥ? ജനനം, ജീവിതം, മരണം, ഈ 3 അവസ്ഥ. എന്നാൽ ദാർശനിക ചിന്തയിൽ എത്ര അവസ്ഥകളുണ്ട്? 6 അവസ്ഥയിലൂടെയാണ് ഒരു ജീവിതം കടന്നുപോകുന്നത്, ഒരു ജീവൻ സഞ്ചരിക്കുന്നത്. സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാമേ. ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ 6 ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ അവസ്ഥ അസ്ഥി, ജന്മം, വൃദ്ധി, പരിണാമം, അപക്ഷയം, വിനാശം. ഈ 6 അവസ്ഥയാണ്. ഒന്നുകൂടി ഓർത്തോണേ. അസ്ഥി, ജന്മം, വൃദ്ധി, പരിണാമം, അപക്ഷയം, വിനാശം. ഇതേക്കുറിച്ച് ഗുരു കർമ്മദർശനത്തിലെ 8ാമത്തെ മന്ത്രത്തിലും പറഞ്ഞു തരുന്നുണ്ട് ഈ 6 അവസ്ഥയെക്കുറിച്ച്. അസ്ഥി, ജന്മ, വൃത്തി, പരിണത, അപക്ഷയ, വിനാശം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ആത്മോപദേശത്തില് 66ാം മന്ത്രത്തിൽ ഇതൊന്നും ബാധകത്തില്ലാത്ത അറിവിനെ കുറിച്ചും ഗുരു പറഞ്ഞു തരുന്നുണ്ട്. അറിവിന് ഈ മാറ്റങ്ങളൊന്നുമില്ല. മാറ്റം എന്തിനു മാത്രമേ ഉള്ളൂ? ശരീരത്തിന് മാത്രമേ മാറ്റമുള്ളൂ. ശരീരത്തിനുള്ളിൽ നിലനിൽക്കുന്ന ആ ജീവൻ, ആ പരമാത്മാവിന് യാതൊരു മാറ്റവുമില്ല. അത് വിലമതിക്കാത്ത ഒരു വിളക്കാണ്. അത് ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. ഇവിടെ ജനിക്കുന്നതിന് മാത്രമേ നാശമുള്ളൂ. പരമമായി ഉള്ളതിന് മാറ്റമില്ല. അത് അകവും പുറവും തിങ്ങി നിൽക്കുന്ന ആ ബ്രഹ്മസ്വരൂപമാണ്, അറിവാകുന്നു എന്ന് ഗുരു പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ 6 വിധത്തിലുള്ള മാറ്റങ്ങൾ എന്തിനാണ് സംഭവിക്കുന്നത്? ശരീരത്തിനാണ് സംഭവിക്കുന്നത്. ശരീരത്തിന് 6 തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് ഗുരു പറയുന്നു. വരുമാറിൽ അറിവിനിതിന്നു നേർ. എന്നാൽ ഇപ്രകാരമുള്ള മാറ്റങ്ങൾക്ക് ഒന്നിനും വിധേയമല്ല എന്ത്? അറിവിന്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ കുറിച്ച് പറഞ്ഞു തരുന്ന, അവിടുന്ന് ആരാണെന്നാണ് നമ്മളോട് പറഞ്ഞു തരുന്ന? അവിടുന്ന് സാക്ഷാൽ അറിവ് തന്നെയാകുന്നു എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അറിവെന്ന് പറയുന്ന ഒരു ഒറ്റ കൃതിയിലൂടെ തന്നെ എന്താണ് അറിവെന്ന് ഗുരു ലോകത്തിന് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആ ഒരു കൃതിയിൽ കൂടെ ഗുരു പറയുന്നുണ്ട്, അറിവിന്റെ അറിവായി നിന്ന് അറിയിക്കുന്നത് യാതൊരു അറിവാണോ നാം അതായിരുന്നു ഗുരു പറഞ്ഞത്. ആ അറിവ് ഗുരു തന്നെയാകുന്നു എന്ന് പറഞ്ഞത്. യജ്ഞപ്രാർത്ഥനയിൽ അവിടുന്ന് പറയുന്നു, അവിടുന്ന് ശരീരമല്ല അറിവാകുന്നു എന്ന്. അതുപോലെ ആത്മോപദേശത്തിലെ 66ാമത്തെ മന്ത്രത്തിലും ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇര മുതലായവയൊക്കെയും വരുമിനിയും വരവറ്റു നിൽപ്പതേകം അറിവതു നാം അതു തന്നെ മറ്റുമെല്ലാവരും അതുതൻ വടിവാർന്ന് നിന്നിടുന്നു എന്ന് പറഞ്ഞു തരുന്ന ഗുരു. അതായത് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും വന്നും പോയി നിൽക്കുന്നു. കടലിൽ തിരമാലകൾ വരുന്നത് പോലെ
ഒന്നിനു പുറകെ വരും പോകും, കുറച്ച് സമയം നിൽക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ജീവജാലങ്ങളെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ അറിവിന് യാതൊരു മാറ്റവുമില്ല. എത്ര തിര വന്നാലും, എത്ര നുര വന്നാലും, എത്ര പത വന്നാലും കടൽ അങ്ങനെ തന്നെ ഇരിക്കും. കടലിന് യാതൊരു മാറ്റവുമില്ല എന്ന് പറയുന്നത് പോലെ അറിവിന് യാതൊരു മാറ്റവുമില്ലെന്ന് പറയുക. ആ അറിവ് നാം അതായി ഇടുന്ന ഗുരു പറഞ്ഞത്. ഗുരു അറിവ് തന്നെയാകുന്നു, മറ്റുമെല്ലാവരും അത് തന്നെ പടിവാർ നിന്നു. ഈ അറിവിന്റെ തന്നെ രൂപഭേദങ്ങളാണ് മറ്റ് കാണപ്പെടുന്നതെല്ലാം തന്നെ. ഒരു സ്വർണ്ണക്കട്ട കൊണ്ട് ഉരുക്കി നമ്മൾ ഏതൊക്കെ ആഭരണങ്ങൾ ഉണ്ടാക്കിയാലും വീണ്ടും അത് ഉരുക്കി വീണ്ടും വേറെ തരത്തിലുള്ള വേറെ രൂപത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കിയാലും അതിൽ ഉള്ള സ്വർണത്തിന് യാതൊരു എന്താ പറയുക, അതിന്റെ മാറ്റം യാതൊന്നും കുറവുണ്ടാകത്തില്ല. സ്വർണം തന്നെയായിട്ടിരിക്കും. എന്നാൽ ആ രൂപഭേദങ്ങളായി വരുന്ന ആ നാമരൂപങ്ങളായി വരുന്ന ആഭരണങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. സ്വർണത്തിന് മാറ്റമില്ലാതെ നിൽക്കുന്നത് പോലെയാണ് അറിവിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. 6 തരത്തിലുള്ള മാറ്റങ്ങൾ എന്തിനു സംഭവിക്കും? ആ ജീവന് സംഭവിക്കുമ്പോൾ ആ ജീവന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന പരമാത്മ ചൈതന്യമായ അറിവിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. അതൊന്ന് പറഞ്ഞു കേൾക്കാം. അത് ആ വേദാന്തത്തിൽ അത് പറയുന്ന രീതി ഒന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. അതായത് ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ അസ്ഥി ഉണ്ടായിരിക്കുക എന്ന അവസ്ഥ. ആ ഉള്ളതിനാണ് ജനനം സംഭവിക്കുന്നത്. ഉള്ളതിന് ജനനം സംഭവിക്കും. ആ ഉണ്മയിൽ നിന്ന് ആദ്യം വ്യക്തിഭാവങ്ങൾ രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തിഭാവത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനനം എന്ന് പറയുന്നത്. ആ വ്യക്തിഭാവം വീണ്ടും എന്ത് സംഭവിക്കും? ഒരു കുഞ്ഞുകുട്ടി ഉണ്ടായ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നോക്കി നിൽക്കുമ്പോഴാണ് വളരുന്ന പറഞ്ഞ്. പ്രത്യേകിച്ച് പെൺപിള്ളേരെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, അയ്യോ നോക്കി നിൽക്കുമ്പം വളരുന്നെന്നാ പറയുന്നത്. ആൺപിള്ളേർ വളരുന്നില്ലെന്നല്ല, നമ്മള് പെൺകുട്ടികളോട് സാധാരണ പറയാറുണ്ടല്ലേ. എന്താ പറയുന്നത്? ആ വ്യക്തിഭാവം എന്തായിത്തീരും? അത് വളർന്നുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ വൃദ്ധി എന്ന് പറയുന്നു. ഒരു പരിധി കഴിയുമ്പം പിന്നെ എന്ത് ചെയ്യുന്ന? വളർച്ചയൊക്കെ നിൽക്കും. ശരിയല്ലേ? പിന്നെ മുകളിലോട്ട് വളരത്തില്ല, പിന്നെ വശങ്ങളിലോട്ട് വളരുന്ന. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴാണ് സാധാരണ പെൺകുട്ടികളുടെ സൈഡിലോട്ടുള്ള വളർച്ച കൂടുന്നത്. അപ്പം അതിനൊരു പരിധി വരെ മാറ്റമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വളർച്ച നിന്നിട്ട് പിന്നെ അതിന് പരിണാമം സംഭവിച്ചിരിക്കും, മാറ്റം സംഭവിക്കും. നമ്മുടെ കയ്യിലെ ഒക്കെ തൊലിയൊക്കെ നേരത്തെ കുഞ്ഞിലേ ഇരുന്ന പോലെയാണ് ഇരിക്കുന്നത്, അല്ലല്ലോ. ഇനി ഇച്ചിരൂടെ പ്രായമാകുമ്പോൾ ഇതിനൊക്കെ ചുളിവ് സംഭവിക്കും. വേറെ ഒന്നും സംഭവിച്ച മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തലമുടി കറുപ്പിക്കുന്ന സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കറുത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തലമുടിയൊക്കെ എല്ലാവരുടെയും കറക്കും. നമ്മുടെ മമ്മൂട്ടി ഇപ്പോഴും എങ്ങനെ ഇരിക്കുന്നത്? നല്ല സുന്ദരനായിട്ടല്ലേ ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഒരു 70 വയസ്സുള്ള ആളുകളെ എന്നൊക്കെ ചിന്തിച്ച് നോക്കിയാൽ നമ്മള് വടിയും കുത്തി വലിയൊരു അപ്പൂപ്പനും അമ്മൂമ്മയും പോലെ. ഇന്ന് അങ്ങനെയാണോ? അല്ല. കാലം മാറുന്നതനുസരിച്ച് ആൾക്കാർ മാറുന്നുണ്ട്. എന്നാലും അവന് പരിണാമം സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇത് പരിണാമം ഉണ്ടാകുന്നതോടെ ഈ വ്യക്തി സത്ത വീണ്ടും എങ്ങനെയാകും? എത്രയൊക്കെ നമ്മൾ കുട്ടിയിട്ടും എങ്ങനെയൊക്കെ നോക്കിയെന്ന് കഴിഞ്ഞാലും ഒരു പരിധി കഴിയുമ്പോൾ ഇതിന് ക്ഷയം സംഭവിക്കും. ശരിയല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകും. അതിന് ശരിക്കും ക്ഷയം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ക്ഷയിച്ച് അതെന്താവും? ഇല്ലാതായിത്തീരും. അത് മരണം എന്ന് പറയുന്ന പരമമായ സത്യത്തിലേക്ക് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 6 അവസ്ഥയിലൂടെയാണ് ഒരു ജീവൻ കടന്നു പോകുന്നത്. ഓർത്തിരിക്കുക: അസ്ഥി, ജന്മം, വൃത്തി, പരിണാമം, അപക്ഷയം, വിനാശം. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുക, ജന്മം എന്ന് പറഞ്ഞാൽ ജനിക്കുക, വൃദ്ധി എന്ന് പറഞ്ഞാൽ വളർച്ചയെ പ്രാപിക്കുക, പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകുക. പിന്നെ വളരുന്നില്ല, എന്നാൽ അതിന് മാറ്റങ്ങൾ സംഭവിക്കും. അപക്ഷയം എന്ന് പറഞ്ഞാൽ വീണ്ടും അത് ക്ഷയിക്കാൻ തുടങ്ങും. ഓരോ കൈക്കും കാലിനും ഒക്കെ പഴയ ആരോഗ്യം ഉണ്ടോ? ഇപ്പൊ ഇല്ലല്ലോ. മുട്ടുവേദനയാണേ, അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു അപക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ അപക്ഷയം വന്നതിന് ശേഷം എന്ത് സംഭവിക്കും? അത് നശിച്ചു പോവുക, ഇനി വിനാശം ഉണ്ടാകും. ഇങ്ങനെ 6 അവസ്ഥയിലൂടെയാണ് ഒരു ജീവൻ കടന്നു പോകുന്നത്. എന്നാൽ അറിവിന് ഇതൊന്നും ബാധിക്കുകയില്ല എന്നാണ് ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ ഈ അറിവെന്ന് വേറൊരു
പേരൂടെ പറഞ്ഞുണ്ട്. എന്ത് പറഞ്ഞ അരുളും അൻപും അനുകമ്പയൊക്കെ ഈ അറിവ് തന്നെ, അറിവിന്റെ ഈ ഭാവം തന്നെയാണ്, അല്ല ഇതിന്റെയൊക്കെ മൂർത്തിഭാവമാണ് അറിവെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആത്മജ്ഞാനത്തെ അറിഞ്ഞ് അങ്ങനെയുള്ള മനുഷ്യന് ഇങ്ങനെയുള്ള നാശങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഗുരു പറയുകയാണ്. ഉരുവാം ഉടൽ വിട്ട് കീർത്തിയാം ഉരുവാർന്നിങ് അനുകമ്പ നിന്നിടും. യാതൊരുവനിലാണോ അനുകമ്പയുള്ളത്? അരുളും അൻപും അനുകമ്പയുടെ അർത്ഥം എന്താണ്? മൂന്നിന്റെയും അടിസ്ഥാനം പൊരുള് ഒന്ന് തന്നെയാണെന്ന് ഗുരു പറഞ്ഞ് ഈ 5-ാമത്തെ മന്ത്രത്തില് 4-ാമത്തെ മന്ത്രത്തിൽ അരുളിനെ കുറിച്ച് പറഞ്ഞ് 5-ാമത്തെ മന്ത്രത്തിൽ ഗുരു പറയാണ് ഈ അനുകമ്പയുള്ളവൻ, യാതൊരുവനിലാണോ അനുകമ്പയുള്ളത് ഇവനെ ഈ 6 മാറ്റങ്ങളൊന്നും ബാധിക്കാറില്ല എന്നാ പറയുന്നത്. മഹാഗുരു രോഗഗ്രസ്തനായി ശിവഗിരി കുന്നില് ആ വൈദിക മഠത്തിൽ കിടക്കുന്ന സമയത്ത് ഉള്ളൂർ എസ് പരമേശ്വരൻ ഗുരുവിനെ കാണാൻ ചെല്ലുന്നുണ്ട്. അപ്പൊ ഗുരുവിനോട് പറയുന്നുണ്ട്, അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഈ രോഗം മാറത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ തൃപ്പാദങ്ങൾ ഇപ്രകാരമാണ് അരുളി ചെയ്തത്: ഇത് ശരീരമല്ലയോ, ഈ ശരീരത്തിന് നാം എന്ത് ചെയ്യാനാണെന്ന്. അവിടെയും ഗുരു പറഞ്ഞു തരുന്നുണ്ടാ, കേവലമായ ശരീരമല്ല ഗുരു, അവിടുന്ന് അറിവാകുന്നു എന്നാണ് നമ്മളോട് വെളിപ്പെടുത്തി തന്നത്. അപ്പൊ ഈ അറിവായ മഹാഗുരു നമ്മളോട് പറഞ്ഞു തരികയാണ്, യാതൊരുവനിലാണോ അനുകമ്പയുള്ളത് അവൻ ഉരുവാകുന്ന ഉടൽ വിട്ട് കീർത്തിയാകുന്ന ഉരുവായി ഇങ്ങ് നിന്നിടും എന്ന് പറയുന്നത്. കീർത്തി സ്വരൂപനായി അവിടുന്ന് നിലനിൽക്കുക. ഈ ലോകത്തിൽ എത്രയോ മഹത്തുക്കളായ മനുഷ്യർ നമ്മളിൽ നിന്ന് വിട്ടുപോയെങ്കിൽ ഇന്ന് നമ്മൾ അവരെ എല്ലാം ഓർക്കുന്നുണ്ട്. ഓരോ തരത്തിലായിരിക്കും അവർ ലോകത്തിന് സംഭാവനകൾ നൽകിയിരിക്കുന്നത്. ചിലർ ശാസ്ത്രരംഗത്തായിരിക്കും, ചിലർ കാവ്യ മേഖലയിലായിരിക്കും, ചിലർ സാംസ്കാരിക മേഖലയിലായിരിക്കും, അങ്ങനെ സാമൂഹിക മേഖല, അങ്ങനെ സമൂഹത്തിന്റെ പല മേഖലകളിൽ കീർത്തിയാകുന്ന ശരീരം ധരിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെയൊക്കെ പേര് നമുക്ക് പറയാതെ തന്നെ അറിയാം. അതുകൊണ്ട് ആ പേരുകൾ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. മനസ്സിലാക്കുക, ഏതൊരു ശരീരത്തിനും 6 തരത്തിലുള്ള അവസ്ഥകളുണ്ട്. ഈ അവസ്ഥയിലൂടെയാണ് അത് ശരീരം കടന്നു പോകുന്നതെന്നും ഈ അവസ്ഥയിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന ഒന്നുണ്ടെന്നും അത് അറിവ് മാത്രമാകുന്നു എന്നും ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ അറിവിനെ അറിഞ്ഞവൻ അവൻ അനുകമ്പാമൂർത്തി ഉള്ളവനായിരിക്കും. അങ്ങനെ അനുകമ്പാമൂർത്തിയായ മനുഷ്യൻ കീർത്തിയാകുന്ന ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കും. ഈ ഭൂമി ഉള്ളിടത്തോളം കാലം അവരുടെ നാമത്തിന് യാതൊരു ക്ഷയവും സംഭവിക്കത്തില്ല. എന്നാൽ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന സ്വാർത്ഥമതികളായ ആളുകളെ അവരുടെ ശരീരത്തിൽ ഇല്ലാതാകുന്നതോടെ ആളുകൾ മറക്കും, വിസ്മൃതിയിലേക്ക് ആണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കീർത്തിയാകുന്ന ശരീരമായിട്ട് അവരിവിടെ നിലനിൽക്കത്തില്ല. വല്ലപ്പോഴും ഓർത്തെങ്കിലും നമ്മൾ ചീത്ത വിളിച്ചുകൊണ്ടായിരിക്കും ഓർക്കാറുള്ളത്. ശരിയല്ലേ? ഇതിന്റെ ഞാൻ ഒരുപാട് എഴുതി വെച്ചാൽ അത് മുഴുവൻ എഴുതാൻ നമുക്ക് സമയം കിട്ടത്തില്ലായിരിക്കും. അതുകൊണ്ട് നമുക്കില്ലേ ലാസ്റ്റ് എഴുതുമായിരിക്കും അതിന്റെ ഉചിതമായിട്ടുള്ള തീരുമാനം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് പറഞ്ഞു പോയില്ലെങ്കിലില്ലേ സമയം കിട്ടത്തില്ല. എനിക്ക് 6-7 മന്ത്രം കൂടെ പറയണം. 8 മണി കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് തന്നിട്ട് 5-ാമത്തെ 6-ാമത്തെ 7-ാമത്തെ കൂടെ നമുക്ക് അർത്ഥം എഴുതാം. അതായിരിക്കും നല്ലത്. ആരെങ്കിലും ഒരാൾ പറയാമോ? ഓക്കെ ടീച്ചർ. ഓക്കെ ശരി. നമുക്ക് 6-ാമത്തെ മന്ത്രം പോവാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ചെഴുതാവേ. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാബ്ധിയോ സരളദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. ഇനി കുറെ ചോദ്യങ്ങൾ ഗുരു നമ്മളോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളോട് പറഞ്ഞു, യാതൊരുവനിലാണോ അനുകമ്പയുള്ളത് അവന്റെ ജീവിതം എങ്ങനെയായി തീരുമെന്നും, യാതൊരുവനിലാണോ അനുകമ്പ അരുളില്ലെങ്കിൽ അവന്റെ ജീവിതം എങ്ങനെയായി തീരും എന്ന് പറഞ്ഞു തന്നു. അരുളിന്റെ അൻപിന്റെ അനുകമ്പയുടെയും പരമമായ അടിസ്ഥാന തത്വം ഒന്നു തന്നെയാണെന്ന് ഗുരു വെളിപ്പെടുത്തി തന്നിട്ട് നമ്മളോട് കുറച്ച് അനുകമ്പ ആയിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കുറെ ആളുകളെ കുറിച്ച് ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ആദ്യമായി നമ്മളോട് പറയുന്ന പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ. ഈ ഒരു കാര്യം നമ്മളിലേക്ക് വരുമ്പോ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് എന്താണ്? ശ്രീകൃഷ്ണ പരമാത്മാവിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമാർത്ഥം ഉരച്ചുകൊണ്ട് തേറ് വിട്ട ആ പൊരുളായിട്ട് നമ്മുടെ ബോധതലത്തിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. ഭഗവത്ഗീത എന്ന് പറയുന്ന വിശിഷ്ട ഗ്രന്ഥത്തിലൂടെ വേദവ്യാസനാണ് നമ്മളെ ശ്രീകൃഷ്ണനെയും അർജുനെയും പരിചയപ്പെടുത്തി തരുന്നത്.
വ്യാസഭഗവാനാൽ വിരചിതമായ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ തേരാളി, അർജുനൻ എന്ന് പറയുന്ന ആ തേർ നയിക്കുന്നയാൾക്ക്, തേരിൽ ഇരിക്കുന്നയാൾക്ക് പരമമായ സത്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും, ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാൻ സമയമുണ്ടോ, ഇത്രയും ദീർഘമായ ഒരു സംവാദത്തിന് സമയമുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു കുരുക്ഷേത്ര യുദ്ധം തന്നെയല്ലേ. എല്ലാ സമയവും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ യുദ്ധങ്ങൾ, കുരുക്ഷേത്ര യുദ്ധത്തിനൊക്കെ വലിയ യുദ്ധങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് പക്ഷം ഉണ്ടാവും, ഒരു ചോദ്യവും ഒരു ഉത്തരവും ഉണ്ടായിരിക്കും. അത് അങ്ങനെ ചെയ്യണോ, അത് വേണോ, അത് വേണ്ടോ ഒക്കെ നമ്മുടെ മനസ്സിൽ ഇരുന്ന് ചോദ്യം ചോദിക്കും, നമ്മുടെ ജീവൻ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാക്ഷിഭാവത്തിലിരിക്കുന്ന ആ നമ്മളെ നയിക്കുന്ന ആ സാക്ഷി രൂപമായിരിക്കുന്ന ആ പൊരുൾ നമ്മളോട് പറയും, ചിലതൊക്കെ ചെയ്യണ്ട, അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെയായിരിക്കും. ചിലരോടൊക്കെ ക്ഷമിക്കാൻ നമ്മളോട് പറയും, ചിലരോടൊക്കെ ക്ഷമിക്കേണ്ട, അതങ്ങ് വിട്ട് അവർ ആ വഴിയെ പോവേ ചെയ്യേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു തരും നമ്മളോട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരത്തില്ലേ. അപ്പോൾ പരമാർത്ഥം ഉരച്ച് തേർവിടുന്ന ആ പൊരുള് ആരുടെ ഉള്ളിലുണ്ട്? എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ എല്ലാം നയിച്ചു കൊണ്ടുപോകുന്ന ആ പൊരുളാണ്. ഇവിടെ നമുക്ക് പുരാണത്തിലെ ആ സങ്കല്പം ഒന്ന് ഓർക്കാം. ഇവിടെ ശ്രീകൃഷ്ണനാണ് അർജുനന് തേർ നയിക്കുന്നത് ആ കുരുക്ഷേത്ര യുദ്ധത്തില്. ആ സമയത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധഭൂമിയിൽ തന്റെ ബന്ധുക്കളെയൊക്കെ കണ്ട് പകച്ചു നിന്ന അർജുനനോട് പരമമായ സത്യം പറഞ്ഞു കൊടുത്ത ആ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്? ശ്രീകൃഷ്ണനാണ്. ഗുരു ഇതിനെ കുറിച്ച് വളരെ എന്താ പറയുക, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു രീതിയിൽ ഒരു മറുപടി ഗുരു പറയുന്നുണ്ട്. കൃഷ്ണനെ കൊണ്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊല്ലിച്ചിരിക്കുമ്പോൾ കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാന്നാ പറഞ്ഞത്. ഭഗവാൻ അതേക്കുറിച്ച് പറഞ്ഞത്. ഇത് വളരെ ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു വരിയാണ് ഗുരുവിന്റെ അരുള്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചെയ്യിക്കുന്നത് തെറ്റ് തന്നെയാണെന്നാണ് ഗുരു പറയുന്നത്. എന്നാൽ ഒരുവനിൽ നല്ലതുണ്ടോ, അവന്റെ നല്ലത് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തത്വം. സദാചാരം എന്ന കൃതിയിലൂടെ ഗുരു നമുക്കത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ നല്ല നമ്മൾ എടുക്കുക, ചീത്തയെ കളയുക. സാധാരണ മനുഷ്യരെങ്ങനെയാണ്, നമ്മൾ ഒരാൾക്ക് 99 ഉപകാരം ചെയ്തെന്ന് വെച്ച്, 99 ഉപകാരം ചെയ്തിട്ട് 100ാമത്തെ ഉപകാരം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ച്, ഈ 99 ചെയ്തതും സ്വാഹ, ആ ഒരെണ്ണം ചെയ്യാത്തതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സാധാരണ മനുഷ്യരങ്ങനെയല്ലേ. എന്നാൽ ഗുരു പറയുന്നത് നമ്മളോട് എങ്ങനെയാണ്? നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നതാണ് ഉത്തമം എന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയും ആ അർജുനനോട് പരമമായ സത്യം ആര് പറഞ്ഞു തരുന്നുണ്ട്? ശ്രീകൃഷ്ണൻ പറഞ്ഞു തരുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങള് ഇതിനകത്ത് പറയുന്നുണ്ട്, ഭഗവത്ഗീതയ്ക്കകത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ നല്ലതായി ഇവിടെ ജീവിക്കാമെന്നും കർമ്മ ബന്ധമില്ലാതെ കർമ്മം ചെയ്യാന്ന്, സംഘമില്ലാതെ കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് അർജുനനോട്, നീ നിന്റെ ആത്മാവ് കൊണ്ട് നീ സ്വയം ഉയരാനാ പറയുന്നത്, അല്ലാതെ ഒരാൾക്ക് ഒരാളെ ഉയർത്തി രക്ഷപ്പെടുത്താൻ സാധിക്കത്തില്ല. ഇവിടെ മഹാഗുരു ആത്മോപദേശം നമുക്ക് രചിച്ചു തന്നതും അതിനുവേണ്ടി തന്നെയാണ്. ആത്മാവിനോട് ഉപദേശിച്ച് സ്വയം നന്നാവാൻ വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തരും സ്വയം നന്നാവുക, അതാണ് ഗുരു നമുക്ക് ചെയ്തു തന്നത്. തീർച്ചയായിട്ടും ആധുനിക യുഗത്തില് പരമമായ സത്യം ലോകത്തിന് വെളിപ്പെടുത്തി തന്ന ആ തേരാളി ശ്രീനാരായണ ഗുരുദേവനല്ലാതെ മറ്റാരുമല്ല. കാരണം 1888 മുൻപും 1888 ശേഷവുമുള്ള കേരള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലോകത്തോട് പരമമായ സത്യം വെളിപ്പെടുത്തി ആ ലോകത്തെ നേരായ മാർഗത്തിലൂടെ നയിച്ച ആ പരമ്പൊരുൾ ആര് തന്നെയാകുന്നു? നമുക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാകുന്നു. ആ കാലഘട്ടം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാതിക്കും മതത്തിനും അടിമപ്പെട്ട് മനുഷ്യനെ പോലും അകറ്റി നിർത്തുന്ന കാലത്ത്, മൃഗത്തിന്റെ പരിഗണന പോലും ഒരു വിഭാഗത്തിനല്ല സമൂഹത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾക്ക് കിട്ടാതിരുന്ന സമയത്ത് ആ മനുഷ്യനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തേർ നയിച്ച് ഇന്ന് കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ ഗുരുവാണ് ആധുനിക യുഗത്തില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ തേരാളി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ പറയുന്നുണ്ട് ഭൂതദയാക്ഷമാബ്ദിയോ, സകല ഭൂതങ്ങളോടും. പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ ഭൂതമല്ല കേട്ടോ കുഞ്ഞുങ്ങൾ ഓർക്ക് ഈ ഭൂതം എന്ന് പറഞ്ഞ ഏത് ഭൂതമാണ്? ഭൂതം എന്ന് പറഞ്ഞ ഈ
പഞ്ചഭൂതങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ സകല ചരാചരങ്ങളെയും കൂട്ടി ഈ ഭൂതഗണങ്ങൾ എന്ന് പറയാം. ശിവന്റെ ഭൂതഗണങ്ങളൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ ഈ ഭൂത ദയാക്ഷമാബ്ധിയോ, ക്ഷമയുടെ അബ്ധി. അബ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? സാഗരം. ഇവിടെ ബുദ്ധ ഭഗവാന്റെ ഒരു ദയയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. മറ്റ് ജീവജാലങ്ങളോടൊക്കെ അതിരറ്റ കാരുണ്യമായിരുന്നു ബുദ്ധ ഭഗവാന്. ഞങ്ങളുടെയൊക്കെ പ്രായമുള്ളവര്, പ്രായം ചോദിക്കില്ല കേട്ടോ, ഞങ്ങളുടെയൊക്കെ പ്രായമുള്ളവര് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ രാജകുമാരൻ ഇങ്ങനെ ഒരു പ്രാവിനെ തൻ്റെ സഹോദര തുല്യനായ ഒരു പേര് ഞാൻ മറന്നുപോയേ, ഒരു രാജകുമാരന് ഇതിനെ അമ്പ് ചെയ്ത് പ്രാവിനെ വീഴിക്കും. എന്നിട്ട് ഈ പ്രാവ് ഇവിടെ വന്ന് വീഴുമ്പോൾ ഈ പ്രാവിനെ എടുത്ത് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഈ അത്രമാത്രം കാരുണ്യം കാണിച്ച്. അല്ല, ശിബി ചക്രവർത്തിയുടെ കാരുണ്യത്തെ കുറിച്ച് പറയാം. അതുമൊക്കെ സ്കൂളിൽ പഠിച്ച കഥകളാണ്. ശിബി ചക്രവർത്തി എന്താ ചെയ്തത്? ഒരു പ്രാവിന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം അറുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. കഴുകൻ അറുത്ത് കൊടുത്തിട്ട്, എന്നിട്ടും തൂക്കം തുല്യമാകാതെ വന്നപ്പോൾ സ്വയം ആ തട്ടിലേക്ക് കയറിയിരുന്ന് ഒരു പ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം പോലും ബലിയർപ്പിക്കാൻ, ബലിദാനം നൽകാൻ വേണ്ടി അത്രമാത്രം ത്യാഗ മനസ്സ് ഉണ്ടായിരുന്ന ആളാണ് ആര്? ശിബി ചക്രവർത്തി. അത്രമാത്രം അനുകമ്പയും കാരുണ്യമുള്ള ഒരുപാട് ഇതിഹാസ പുരുഷന്മാർ ജീവിച്ചിരുന്ന മണ്ണാണ് ഈ ഭാരതം എന്ന് പറയുന്നത്. പുരാണങ്ങളിലും ഒക്കെ നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിക്കും. ഗന്ധിദേവന്റെ ആ ദയാവായ്പിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ദയയുടെ സാഗരമായ ബുദ്ധ ഭഗവാനാണ്. നമുക്കിവിടെ ഒരാളെ എടുത്താൽ ബുദ്ധ ഭഗവാനാണോ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ഈ ബുദ്ധനെ നമുക്ക് ആരിൽ കാണാൻ സാധിക്കും? ശ്രീനാരായണ ഗുരുദേവനിൽ കാണാൻ സാധിക്കത്തില്ലേ? ഭഗവാൻ ശ്രീലങ്ക സന്ദർശിക്കുന്ന സമയത്തെ ഗുരു പറയുന്നുണ്ട്, ബുദ്ധമതത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവരോട് പറഞ്ഞു, നാമും ബുദ്ധമതത്തിലാണെന്നാണ് ഗുരു പറഞ്ഞത്. അപ്പൊ ഗുരുവിന് അവർക്ക് സംശയം, ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഹിന്ദു സന്യാസിയായിട്ട് ഭാരതത്തിൽ നിന്ന് വന്നിട്ട് എങ്ങനെയാണ് ബുദ്ധമതത്തിലാണെന്ന് പറയുന്നത്? അപ്പോൾ അവരോട് 4 വരി കാര്യം ഗുരു പറയും. ഷഡബിന്ദു ദശബലോ അദ്വയവാദി വിനായക. അപ്പൊ അദ്വയവാദി എന്ന് പറഞ്ഞ ഒരു പേരുണ്ട്. ആർക്കുണ്ട്? ബുദ്ധനുണ്ട്. നാമോ ആരാണ്? അദ്വൈവാദിയല്ലേ? നമ്മോ അദ്വൈതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അദ്വൈതിയായിട്ട് ജീവിക്കുന്ന ആളാണ് മഹാഗുരു. അപ്പം അവിടുന്ന് ആരിലും ഉണ്ട്? ബുദ്ധമതത്തിലും ഉണ്ട്. അപ്പോൾ യാതൊരു ഗുണങ്ങളും നമുക്ക് ആരിൽ കാണാൻ സാധിക്കുന്നുണ്ടോ, ഇതെല്ലാം ഒരാളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മൂലൂരൊരു കവിത എഴുതിയിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, ശ്രീ ഹള്ള, ശ്രീ പരമേശ്വരൻ എന്നീ പേരൊക്കെ വിളിക്കുന്നത് അമ്മ പണ്ട് ഞാൻ പാടിക്കേട്ട് ഓർക്കുന്നുണ്ട്. സന്ദർഭ്യമശ എൻ്റെ മനസ്സിൽ നിന്ന്. കാരണം ഇതെല്ലാം നമുക്ക് ആരിൽ കാണാൻ സാധിക്കും? മഹാഗുരുവിൽ കാണാൻ സാധിക്കും. ഗുരുവിൽ എന്തില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എല്ലാ ഗുണങ്ങളുടെ, എല്ലാ സദ്ഗുണങ്ങളുടെയും മൂർത്തിഭാവമാണ് ആര്? ഗുരു. അപ്പൊ ഭഗവാന് ഈ ലോകത്തോടുണ്ടായ അതിരറ്റ കാരുണ്യമാണ് ഇന്ന് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഈ സുഖവും സൗകര്യങ്ങളും എല്ലാം. അല്ലെങ്കിൽ അവിടത്തേക്കും ആത്മനിഷ്ഠയില്, പരമാത്മനിഷ്ഠയിൽ അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. എന്നാൽ ഗുരു അങ്ങനെ ചെയ്തില്ല. ഭഗവാൻ എന്താ ചെയ്ത്? അവിടുന്ന് ആ മരുത്വാമലയുടെ ഉത്തങ്ക ശൃംഗത്തിൽ നിന്ന് താഴേക്ക് മദ്യവും മധുരയും കുടിച്ച് കിടക്കുന്ന ആൾക്കാരെ ഉണർത്താൻ വേണ്ടി ഭഗവാൻ താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അവിടത്തേക്ക് ആ ബ്രഹ്മവിത്ത് വരൻ, വരിയൻ, വരിഷ്ഠൻ, അങ്ങനെയൊക്കെ ഉള്ള ആ 4 അവസ്ഥകളിലേക്ക് പോകണ്ട. ബ്രഹ്മവിത്തായി നിന്നുകൊണ്ട് തന്നെ ലോകഹിതത്തിന് വേണ്ടി അവിടുന്ന് കാരുണ്യപൂർവ്വം കർമ്മങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദയയുടെ മൂർത്തിഭാവമായിട്ട് നമുക്ക് ആരെയും കാണാൻ സാധിക്കും? തീർച്ചയായിട്ടും മഹാഗുരുവിനെയും കാണാൻ സാധിക്കും. പിന്നീട് പറയുകയാണ്, സരള അദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ട്. ഇതെല്ലാം നമ്മുടെ ചോദ്യഭാവത്തിലാണ് ചോദിക്കുന്നത്. അവരാണോ എന്ന് നമ്മളോട് ചോദിക്കുന്ന. അപ്പൊ എന്നാൽ മറ്റുള്ളവരിൽ കാണാത്ത ഒരു കളങ്കവും നമുക്ക് ഗുരുവിൽ കാണാൻ സാധിക്കത്തില്ല. ശങ്കരാചാര്യ സ്വാമികള് ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുക്കൾക്കും അതുപോലെ ബ്രഹ്മസൂത്രത്തിനുമൊക്കെ ഭാഷ്യം രചിച്ചു തന്നിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ചില കുറവുകൾ ആൾക്കാർ വിമർശന ബുദ്ധിയാ പറയാറുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രവൃത്തിയിലും ഒരു കർമ്മത്തിലും ഒരു കുറവും ഈ ലോകത്ത് ഒരാളും ഇതുവരെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഗുരു അത് ചെയ്തത് ശരിയല്ല, ഇത് ചെയ്തത് ശരിയല്ല, നമ്മൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ആചാര്യസ്വാമികളെ അദ്വൈതവാദി എന്നും ശ്രീനാരായണ ഗുരുദേവനെ അദ്വൈതി എന്നും ശ്രേഷ്ഠമായ വ്യക്തിത്വങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന, അവിടുന്ന് അദ്വൈതിയായി ജീവിച്ച് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. എന്നാൽ വൈജ്ഞാനിക തലത്തിലുള്ള രീതിയിൽ വാദപ്രതിവാദനത്തിന് വേണ്ടി അദ്വൈതം ഉപയോഗിക്കുകയാണ് ചെയ്ത് ആചാര്യസ്വാമികള്. എന്നാൽ ഗുരുദേവൻ ആരുമായിട്ട് വാദപ്രതിവാദനങ്ങൾ നടത്താൻ പോയില്ല.
അവിടുത്തെ മതമാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി അവിടുന്ന് ആരോടും വാദപ്രതിവാദങ്ങൾ നടത്തിയില്ല. വാദപ്രതിവാദനങ്ങളൊക്കെ കണ്ട് അവിടുന്ന് എങ്ങനെ ഇരുന്നത്? ഗുരുസ്തവത്തിൽ ആശാൻ പാടിയതുപോലെ മോദസ്ഥിതനായിട്ടിരിക്കുക ചെയ്തത്, മല പോലെ. ഒരു കുലുക്കോ ഇല്ല. വാദിക്കാൻ വരുന്നവരുടെ അടുത്ത് ഗുരു ഒന്നും വാദിക്കാൻ പോയില്ല. ഒരിക്കലും നമ്മുടെ വാഗ്ഭടാനന്ദ ഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത് വാദപ്രതിവാദത്തിന് വേണ്ടി തന്നെയാണ് ചെന്നത്. ഈ വിഗ്രഹങ്ങൾ ഗുരു സ്ഥാപിക്കുന്ന ഈ അദ്വൈതത്തിനകത്ത് വിഗ്രഹ പ്രതിഷ്ഠയില്ല. കാരണം രണ്ടില്ലല്ലോ, അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിഗ്രഹമുണ്ട്, അതിനെ പൂജിക്കുന്ന ഒരു സാധകനുണ്ട്. അപ്പൊ രണ്ടുപേര് വരുന്നില്ല. അപ്പൊ അദ്വൈതവാദിയും ഈ വിഗ്രഹ പ്രതിഷ്ഠയും തമ്മിൽ ചേരാത്തപ്പം ഇങ്ങേര് പറഞ്ഞു തന്നു, ഇതെന്താ ഗുരു ഇങ്ങനെ വിഗ്രഹമൊക്കെ പ്രതിഷ്ഠിക്കുന്നത്, ഗുരുവിന്റെ അഭിപ്രായം അല്ല നമ്മുടേതെന്ന് പറയും. അപ്പം ഗുരു പറയുന്നത് എന്തെന്നാ, കുഞ്ഞിക്കണ്ണന്റെ അഭിപ്രായമാണ് നമ്മുടേതെന്ന്. അവിടെ തീർന്നില്ല പ്രശ്നം. നമ്മളെന്താ ചെയ്യുന്നത്, ഒരാളൊരു അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു വന്നാൽ നമ്മൾ 100 അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് വാദപ്രതിവാദം നടക്കുക. എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഇപ്പൊ എന്താ പറഞ്ഞത്, നമുക്ക് കുഞ്ഞിക്കണ്ണന്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞു. പിന്നെ ഈ വാഗ്ഭടാനന്ദ ഗുരു ഭഗവാനോട് ചോദിക്കുന്നത്, ഇങ്ങനെ കല്ല് എന്താ നാട്ടിൽ നടക്കുന്നത് ചോദിച്ചത്, ഗുരുവിന്റെ വിഗ്രഹ പ്രതിഷ്ഠയെ പരിഹസിച്ചുകൊണ്ട്. അപ്പൊ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാം ഇങ്ങനെ കല്ല് നാട്ടിയല്ലേ നടക്കുന്നത്, കുഞ്ഞിക്കണ്ണൻ അത് ചുമന്നുകൊണ്ടല്ലേ നടക്കുന്നത്. പെട്ടെന്ന് കുഞ്ഞിക്കണ്ണോട്ട് ഇതെന്താ ഈ ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോഴാണ് അദ്ദേഹം കാതിൽ കടുക്കൻ ഇട്ടുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. കടുക്കെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് അറിയാമോ? കടുക്കെന്ന് പറഞ്ഞാൽ പണ്ട് പ്രായമുള്ള അച്ഛന്മാരൊക്കെ ഇല്ലേ, ഇന്നിപ്പം പുതിയ തലമുറയൊക്കെ കാതിൽ കമ്മല് കുത്തുന്നുണ്ട്. അതിന് ഒരു കാതാ കുത്തുന്നത്. പണ്ടൊക്കെ 2 കാതിൽ കല്ല് വെച്ച കമ്മലിടാറുണ്ട്. അതിനാ കടുക്കെന്നാ പറയുന്നത്. അപ്പം വാഗ്ഭടാനന്ദ ഗുരു കാതില് കല്ല് വെച്ച കമ്മലിട്ടുകൊണ്ട് നടന്നിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ കല്ല് നാട്ടിയെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഗുരു അതിനെ ഫലിത രൂപത്തിൽ പറയുകയും ചെയ്തത്, നാം കല്ല് എന്താ ചെയ്യുന്നത്, കല്ലിനെ നാട്ടുകയാണ് ചെയ്യുന്നത്, കുഞ്ഞിക്കണ്ണൻ അത് ചുമന്നുകൊണ്ട് നടക്കുകയാണെന്നാ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഗുണം യാതൊരു യുഗപുരുഷനിലും യാതൊരു പുണ്യാത്മാക്കളിലും പുരാണ ഇതിഹാസങ്ങളിലോ അല്ലെങ്കിൽ പ്രാചീന യുഗത്തിലോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആധുനിക യുഗത്തിൽ തിരുവവതാരം ചെയ്ത ശ്രീനാരായണ ഗുരുദേവനെ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിന് പരമമായ സത്യം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പറഞ്ഞ് ആ മഹാസന്ദേശം നമുക്ക് നൽകും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതെന്ന് ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ മഹാഗുരു നമുക്ക് എന്ത് ചെയ്തു തറിഞ്ഞു, സകല ചരാചരങ്ങൾ ഒരു പീഡ എറുമ്പിന് പോലും വരുത്തിരുന്ന അനുകമ്പാ ദശകൻ രചിച്ചു തന്നപ്പോൾ ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുന്നുള്ള ആ മനസ്സ് സാധാരണക്കാരിലേക്ക് പകർന്നുള്ള ഇത്രയും വലിയ ഭൂതദയ മറ്റൊരു അവതാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ വേദ സമാനങ്ങളായ സാക്ഷാൽ മന്ത്രങ്ങൾ നമുക്ക് സൃഷ്ടിച്ചു തന്ന ഗുരു ആചാര്യസ്വാമികൾ നിലവിലുള്ള ആ ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുകൾക്കും ഭാഷ്യം രചിച്ചപ്പോൾ ആ ഭാഷ്യങ്ങളെക്കാൾ വല്ലുന്ന രീതിയിലുള്ള മഹാമന്ത്രങ്ങൾ ഗുരു സ്വയം സൃഷ്ടിക്കാൻ ചെയ്തത്. ഭാഷ്യവും മന്ത്രവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അല്ല, ഭാഷ്യവും അതുപോലെ സ്വന്തമായി രചിക്കുന്ന രചനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒരാൾ എഴുതിയതിന് നമ്മളുടേതായ രീതിയിൽ നമ്മളൊരു വ്യാഖ്യാനം നൽകുന്നതിനാണ് നമ്മൾ ഭാഷ്യം എന്ന് പറയുന്നത്. എന്നാൽ സ്വന്തമായ സൃഷ്ടി ആ തൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ അല്ല തൻ്റെ മേധയിൽ ഉദിച്ച ആ പരമമായ സത്യം സ്വയം വെളിപ്പെടുത്തുന്നതാണ് സ്വന്തം രചന എന്ന് പറയുന്നത്. ഭാഷ്യകാരൻ ഒന്നെങ്കിൽ സ്വന്തം അയാളുടെ അഭിപ്രായത്തെ സാധൂകരിക്കാൻ വേണ്ടി ഇപ്പം മൂലഗ്രന്ഥത്തിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരേ പ്രസ്ഥാനത്രയത്തിന് ഭഗവത്ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഇതിനാണ് പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞത്. ഒരേ പ്രസ്ഥാനത്രയത്തിനെ അവലംബിച്ച് ഇവിടെ ഒരുപാട് മതങ്ങൾ ഉണ്ടായത്. അദ്വൈതമുണ്ട്, ദ്വൈതമുണ്ട്, വിശിഷ്ടാദ്വൈതമുണ്ട്, അങ്ങനെ പലതരം മതങ്ങൾ ഒരേ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ വന്നത് എന്തുകൊണ്ടാണ്? ഭാഷ്യകാരന്മാർ അവരുടെ ഇഷ്ടത്തിന് അതിനെ വ്യാഖ്യാനിക്കും. മൂലഗ്രന്ഥത്തിൽ ഗ്രന്ഥകർത്താവ് എന്താണോ എഴുതിയിരിക്കുന്നത് അതിനെ ആയിരിക്കത്തില്ല, അവരുടെ എന്താണോ ഇഷ്ടം, അവർക്ക് എന്താണോ മനസ്സിലാക്കിയ അതായിരിക്കും അവർ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ ഒരു ഭാഷ്യം ഇവിടെ രചിച്ചിട്ടേ ഇല്ല. എന്നാൽ ഒരേ ഒരു ഉപനിഷത്തിന് ഭഗവാൻ നമുക്ക് ഭാഷ രചിച്ചിട്ടുണ്ട്. ഈശാവാസ്യം എന്ന് പറയുന്ന ഒരൊറ്റ ഉപനിഷത്ത് മാത്രം. കാരണം ഈശാവാസ്യം എന്ന ഉപനിഷത്തിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഗുരു ഒരൊറ്റ ഉപനിഷത്ത് മാത്രം ഭാഷ രചിച്ചു തന്നത്. അപ്പോൾ ഈ 4 വരിയിലൂടെ 3
3 യോഗികളെ നമുക്ക് പരിചയപ്പെടുന്നുണ്ട്. ഒന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ്, ഒന്ന് ബുദ്ധൻ, ശ്രീബുദ്ധൻ, മൂന്നാമത് ശങ്കരാചാര്യ സ്വാമികൾ. എന്നാൽ ഈ 3 പേരുടെ ഗുണങ്ങൾ നമുക്ക് ആരിൽ കാണാൻ സാധിക്കും? ശ്രീനാരായണ ഗുരുദേവനിൽ ദർശിക്കാൻ സാധിക്കും. അവിടെയാണ് മഹാഗുരുവിന്റെ ഔന്നിത്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. ഒന്നിനോടും ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കത്തെ, എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി പ്രഭാവമാണ് മഹാഗുരുവിന്റെ. അതുകൊണ്ട് തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോറിന് ഇങ്ങനെ പറയാൻ സാധിച്ചത്, ലോകം മുഴുവൻ സഞ്ചരിച്ചില്ലെങ്കിലും ഈ യോഗീശ്വരന് തുല്യനായ ഒരു വ്യക്തിയെ ഒരിടത്തും എനിക്ക് കാണാൻ സാധിച്ചില്ലെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും സ്വാമി വിവേകാനന്ദന്റെയും നാട്ടിൽ നിന്ന് വന്ന ആ ടാഗോറിന് പറയാൻ സാധിച്ചതും അതുകൊണ്ട് മാത്രമാകുന്നു. ഇനി 7ാമത്തെ മന്ത്രം കൂടെ നമുക്ക് പരിശോധിക്കാം. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബിമുക്തുരത്നമോ. എന്തൊരു വൈവിധ്യങ്ങളല്ലേ! ഈ വൈവിധ്യങ്ങളെ എല്ലാം ഒരു മാലയിൽ ഗുരു കോർത്തിരിക്കുക. ഇത് ശ്രീനാരായണ ഗുരുദേവനല്ല, ലോകത്ത് ആർക്കാ സാധിക്കുന്നത്? വ്യത്യസ്തമായ മതാചാര്യന്മാരെ കുറിച്ച്, വ്യത്യസ്തമായ മതങ്ങളുടെ പുരോഹിതന്മാരെ, ആ ദൈവങ്ങളെ, ആ അവതാരങ്ങളെ ഗുരു ഒറ്റ ചരടിലങ്ങ് കോർത്തു തന്നിരിക്കുക ചെയ്യുന്നത്. ക്രിസ്തുമതം ക്രിസ്തുവിനെ സ്ഥാപിക്കപ്പെട്ടതല്ല ക്രിസ്തുമതം, കേട്ടല്ലോ. ക്രിസ്തുവിനെ അനുസന്ധാനം ചെയ്തവർ സ്ഥാപിച്ച മതമാണ് ക്രിസ്തുമതം എന്ന് പറയുന്ന മതം. ക്രിസ്തുവിനാൽ ക്രിസ്തുമതം സ്ഥാപിച്ചിട്ടില്ല, ക്രിസ്തുവിനെ അനുസന്ധാനം ചെയ്തവർ സ്ഥാപിച്ച ക്രിസ്തുമതം. അതുകൊണ്ടാണ് ക്രിസ്തുമതം കൊണ്ട് ക്രിസ്തുവിന് യാതൊരു പ്രയോജനവുമില്ലെന്ന് മതത്തെക്കുറിച്ചുള്ള ഒരു സംവാദം സി വി കുഞ്ഞിരാമനുമായിട്ട് നടത്തുമ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ നബിത്തിരുമേനി അനുസന്ധാനം ചെയ്തവരാണ് ഇസ്ലാം മത വിശ്വാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരാരും സ്വന്തമായിട്ട് മതം സ്ഥാപിച്ച ആരെയും അവരുടെ മതത്തിലേക്ക് കൊണ്ടുവന്നില്ല. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് പറഞ്ഞ മഹാഗുരു അത് തന്നെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ക്രിസ്തുമതം എന്ന് പറയുന്ന സ്നേഹമാണ്, ഇസ്ലാം മതം എന്ന് പറയുന്ന സാഹോദര്യമാണ്, ബുദ്ധമതം എന്ന് പറയുന്ന അഹിംസയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന ഏക മതമാണ് മഹാഗുരു നമ്മളോട് പറയുന്നത്. അപ്പോൾ പുരുഷാകൃതി പൂണ്ട ദൈവമോ, ഇവിടെ നമുക്ക് പുരാണങ്ങളിലെ ഏത് അവതാരത്തെ വേണേലും എടുക്കാം. ഈ പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്ന്, ഒരു പുരുഷന്റെ ആകൃതി പൂണ്ട ദൈവം തന്നെ ആണോ ഈ അനുകമ്പാമൂർത്തി? നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണേ. അപ്പോൾ ഇവിടെ നമുക്ക് പറയരുത്, നമ്മുടെ വല്യച്ഛന്മാരൊക്കെ കണ്ട കണ്ണുണ്ട്, ഇപ്പോഴും ചിലരൊക്കെ ഉണ്ടല്ലേ, ആ പുരുഷാകൃതി പൂണ്ട് വന്ന ആ ദൈവത്തിനൊത്ത ഗുരുവരിയെന്ന് നമ്മളോട് ആര് പറഞ്ഞു തന്നിട്ടുണ്ട്? ബോധാനന്ദ സ്വാമികളും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പുരുഷാകൃതി പൂണ്ട ദൈവം തന്നെയാണോ ഈ അനുകമ്പാമൂർത്തി എന്ന് ഗുരു നമ്മളോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ചിലര് ധർമ്മപുത്രരെ എടുക്കുക, ധർമ്മപുത്ര ധാർമ്മികതയെ കുറിച്ച് പറയുന്നുണ്ട്. ചിലര് കർണനാന്ന് പറയും, ചിലർ ശിബി ചക്രവർത്തിയെ പറയും, രന്തിദേവനെ കുറിച്ച് പറയും, ചിലര് പറയും വ്യാസ ഭഗവാനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പറയും. അപ്പൊ നമുക്ക് വാദപ്രതിവാദനം ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ യുക്തിക്ക് ആരാണോ വരുന്നത് അവരെ നമ്മൾ സ്വീകരിക്കുക. ഈ പുരുഷാകൃതി പൂണ്ട ദൈവം നമുക്ക് ആര് തന്നെ എടുക്കാൻ പറ്റും? സാക്ഷാൽ ഗുരുവിനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, ധർമ്മത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകിയ, ധാർമ്മികതയിൽ അടിയുറച്ച് ജീവിച്ച, 73 സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ധർമ്മത്തിന് യാതൊരു തുടിയും സംഭവിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഗുരു നമുക്ക് നൽകിയത്. അവിടുന്ന് തൃക്കരങ്ങൾ കൊണ്ട് 2 സംഘടനകൾ ഉണ്ടാക്കിയാലും ആ സംഘടനകളുടെ അടിസ്ഥാനം എന്ത് തന്നെയായിരുന്നു? ധർമ്മം തന്നെയായിരുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും ശ്രീനാരായണ ധർമ്മ സംഘവും. ഇത്രമാത്രം ധർമ്മത്തിന് പ്രാധാന്യം നൽകിയ ഒരു വിശ്വമഹാഗുരു ലോകത്ത് അവതാരം ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മള് ധർമ്മത്തിന്റെ അവതാരങ്ങളായി ശ്രീരാമചന്ദ്രനെ പറയാറുണ്ട്. എന്നാൽ നമ്മൾ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയൊന്ന് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളില് ചോദിക്കും, ഇതാണോ രാമന്റെ ധാർമ്മികത എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മക്ഷേത്രം, കുരുക്ഷേത്രം എന്ന് പറയുന്ന ആ ധർമ്മക്ഷേത്രത്തിൽ നടന്ന യുദ്ധത്തിൽ ഒരുപാട് കള്ളത്തരങ്ങൾ അവസാനം എല്ലാം നടന്നില്ലേ? അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കളങ്കം ഈ അവതാര മൂർത്തികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മെ ഒരു അവതാരമായി കാണുന്നുണ്ടെങ്കിൽ അത് ജാതിയെ ഇല്ലാതാക്കുകയാണ് ഈ അവതാരത്തിന്റെ ലക്ഷ്യമെന്ന് അരുളി ചെയ്ത ഈ മഹാഗുരുവിൽ നമുക്ക് ഒരു കളങ്കവും കാണാൻ സാധിക്കത്തില്ല. ഒരു അധാർമികമായ പ്രവൃത്തിയും ഗുരു ഒരിക്കലും ചെയ്തിട്ടില്ല. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ
ഒരാളെയും ഗുരു നോവിച്ചിട്ടില്ല. അത്രമാത്രം ധാർമ്മികതയിൽ അടിയുറച്ച് സാക്ഷാത് ധർമ്മം തന്നെയായി ഇവിടെ മനുഷ്യ ശരീരം കൊണ്ട് ജീവിച്ചത് ആര്? മഹാഗുരു. നരദിവ്യാകൃതി പൂണ്ട ധർമ്മം ആര് തന്നെയാണ് നമ്മുടെയൊക്കെ ഉള്ളില്? ഭഗവാൻ ശ്രീനാരായണ സദ്ഗുരു തന്നെയാകുന്നു. ഇനി പറയാണ് പരമേശ പവിത്രപുത്രനോ. അവിടെ യേശുദേവനെയാണ് ഗുരു പറയുന്നത്. പരമേശൻ, യേശുദേവൻ പറയുന്നില്ലേ നാം ദൈവപുത്രനാണെന്നാ പറയുന്നത്. യേശുദേവൻ ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ മഹാഗുരു ആത്മവിലാസത്തിൽ നമ്മളോട് എന്താണ് വെളിപ്പെടുത്തി തരുന്നത്? നാമും ദൈവവും ഒന്നാകുന്നു എന്നാണ് വെളിപ്പെടുത്തി തന്നത്. ശരിയല്ലേ? എന്നാൽ ഇന്നും ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് സംശയമാണ്. ക്രിസ്തുദേവനെ അനുസന്ധാനം ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരു സംശയമില്ല. അവർക്ക് ക്രിസ്തുദേവൻ ആര് തന്നെയാകുന്നു? ദൈവപുത്രൻ തന്നെയാകുന്നു. അവർക്ക് വിശ്വാസമാണ് അവരുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. അവരതിൽ അടിയുറച്ചു നിൽക്കും. എന്നാൽ ശ്രീനാരായണ സമൂഹത്തിലെ ഒരു 75% ആൾക്കാരും ഇന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. 2 പ്രാവശ്യം ഉറപ്പിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒന്ന് ആലോചിക്കും. എന്നാൽ നാരായണ ഗുരു നായകൻ എൻ്റെ ദൈവമാണ് എന്ന് ആര് നമുക്ക് പറഞ്ഞ്? കുമാരനാശാൻ നമുക്ക് പാടി പുകഴ്ത്തി തന്ന്. അത് നമ്മളിൽ എത്ര പേർക്ക് വിശ്വാസം വരുന്നുണ്ട്? ഗുരു നേരിട്ട് നമ്മളോട് പറഞ്ഞു തന്നു ആത്മവിലാസത്തിൽ നാമും ദൈവവും ഒന്നാകുന്നു എന്ന്. സദാശിവ ദർശനത്തിലും പറഞ്ഞു തന്നു. അവിടുന്ന് എന്താണ് കാക്ഷിക്കുന്നത്? ദൈവമായി ചേരാൻ വേണ്ടിയാണ് ഗുരു ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടുന്ന് ദൈവം തന്നെയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരമേശ പവിത്രപുത്രനാണോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. പിന്നെ ചോദിക്കുവാണേ കരുണാവാൻ നബി മുത്തു രത്നമോ. ഇത്രമാത്രം നബി തിരുമേനിയനെ മുത്തു രത്നം എന്നൊക്കെ ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇത്ര മതസമന്വയം തന്നെയാണ്. എല്ലാ മതങ്ങളിലെയും നന്മ ചെയ്ത അവതാരങ്ങളെ ഗുരു ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ ഇല്ലേ മതം മാറ്റാൻ വേണ്ടി ശിവഗിരിയിൽ കുറച്ച് ആളുകൾ ചെന്ന് ഈ മിഷണറിമാര് വന്ന് ഇവിടെ മതപരിവർത്തനം നടത്തിയ ചരിത്രമൊക്കെ നമുക്കറിയാം. ഇപ്രകാരം ഗുരുവിനോട് പറഞ്ഞ് ക്രിസ്തു മതത്തിൽ ചേരണമെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞാണ് താങ്കൾ ജനിക്കുന്നതിന് മുമ്പ് നാം ആ മതത്തിലുണ്ടെന്ന്. അപ്പോൾ അവര് ബാഹ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതമായിട്ട് പറയുമ്പോൾ ഗുരു ക്രിസ്തു മതം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? സ്നേഹമാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് താങ്കൾ ജനിക്കുന്നതിന് മുമ്പേ നാം ഈ മതത്തിലുണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ ജർമ്മനിയിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ ഗുരുവിനെ അടുത്ത് വരുന്നുണ്ട്. അവരോട് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ യേശുദേവൻ തന്നെയാകുന്നു ഇത്, ഞങ്ങളുടെ കൂടെ വരാൻ പറയുമ്പോൾ ഗുരു പറയുകയാണ് നമുക്ക് സഞ്ചരിക്കാനൊന്നും വയ്യല്ലോ, നമ്മുടെ ധർമ്മത്തെ നിങ്ങൾ പ്രചരിപ്പിച്ചാൽ മതിയെന്നാണ് ആ ജർമ്മനിയിൽ നിന്ന് വന്ന ആ മിഷണറിമാരോട് ഗുരു പറഞ്ഞത്. അപ്പൊ അവര് ഗുരുവിന്റെ കൈ മുത്തിയിട്ട് പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ യേശുദേവൻ തന്നെയാകുന്നു എന്ന്. അതിനുശേഷം അള്ള എന്ന വാക്കിന് അർത്ഥം പറഞ്ഞ യാതൊരുവനാണോ ഈ ബാഹ്യ പ്രപഞ്ചത്തിൽ ഇല്ലാത്തത് അവന്റെ പേരാകുന്നു അള്ള എന്ന ഗുരു പറഞ്ഞു തന്നത്. ശരിയല്ലേ? ആ ബ്രഹ്മത്തിനെ നമുക്ക് ബാഹ്യ പ്രപഞ്ചത്തിൽ കാണാൻ സാധ്യമല്ല. കാരണം അത് എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാകുന്നു. 8:26 8:30 നമ്മുടെ സമയം. അപ്പോൾ ഒരിക്കൽ കൂടി ഈ മന്ത്രം ചൊല്ലി ഞാൻ നിർത്തുകയാണ്. നമുക്ക് അർത്ഥം അടുത്ത ക്ലാസ്സിൽ ലാസ്റ്റ് ഒന്നിച്ച് പറഞ്ഞു തരാം. കാരണം അല്ലെങ്കിൽ സമയമില്ല കേട്ടല്ലോ. അത് മതിയില്ലേ? അല്ലെങ്കിൽ അല്ല, ഈ അർത്ഥമൊക്കെ ടീച്ചർ പറയുമ്പോൾ തന്നെ എഴുതിയെടുക്കുന്നതാണ് അതിന്റെ ഉചിതമായിട്ടുള്ള കാര്യം. അർത്ഥങ്ങളൊക്കെ ടീച്ചർ പറയുമ്പോൾ തന്നെ എഴുതിയെടുക്കുക, അതിനുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള ഈ പരിമിതമായ സമയത്തിനുള്ളിൽ അതിന് പറ്റുമെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. നമസ്തേ. നമുക്കത് കൃതി വൈൻഡപ്പ് ചെയ്യാവേ. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തു രത്നമോ. ഈ ചോദ്യങ്ങൾ, ഈ 4 പേരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചു. ഗുരു ചോദിക്കുകയാണ് ഇവരിൽ ആരാണ് അനുകമ്പാമൂർത്തി എന്ന്. അത് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മനനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കണം ഇതാരാണ് ഈ അനുകമ്പാമൂർത്തി എന്ന്. ഈ സകലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായി നമുക്ക് ഗുരുവിനെ കാണാൻ സാധിക്കുന്നുണ്ടോ? ശിവനും ഗുരുവും രണ്ടല്ല, രണ്ടും ഒന്നാണെന്ന ബോധത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഗുരുവിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇത്രയും നേരം ക്ഷമയോടെ എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ.
എൻ്റെ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇനി ക്ലാസ്സിന് അനുവാദം നൽകിയ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ, അതുപോലെ സഹ അഡ്മിന്മാർ, ഇതിൻ്റെ കോർഡിനേഷൻ ചെയ്യുന്ന സ്മിത, സുധീഷ് സാറ്, പ്രദീപ്ലാ സാറ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ, നന്ദി. നമസ്തേ ടീച്ചർ. ടീച്ചർ നമസ്തേ. നമസ്തേ ടീച്ചർ. ക്ലാസ് എടുത്തു. എല്ലാവരും ദയവ് ചെയ്ത് മൈക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാമോ? ഇന്നത്തെ ക്ലാസിന്റെ ഒരു അവലോകനം ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നതിന് വേണ്ടി പ്രഭുകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. പ്രഭുകുമാർ സാർ. നമസ്തേ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട്, ഈ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ സന്ധ്യ ടീച്ചർ വളരെ ഭംഗിയായിട്ട് തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അനുകമ്പ ദശകം എന്ന 4 മുതൽ 7 വരെയുള്ള മന്ത്രങ്ങളുടെ അർത്ഥം നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അതിനകത്ത് എത്രമാത്രം കൃതികളും ഗുരുദേവന്റെ ആത്മോപദേശ ശതകം, അതുപോലെ തന്നെ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷവും അതിനു മുമ്പുമുള്ള ചരിത്രങ്ങള്, അങ്ങനെയുള്ള ഗുരുസ്തവം, ഇങ്ങനെയുള്ള ഒരുപാട് കൃതികളെ നമുക്ക് അടിസ്ഥാനപ്പെടുത്തി അതിന് ഉദാഹരണ സഹിതമാണ് നമുക്ക് പറഞ്ഞു തന്നത് ഈ സമയം കൊണ്ട് തന്നെ. ഏകദേശം എനിക്ക് തോന്നുന്ന ടീച്ചറിന് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ അതിനുള്ള സമയപരിമിതികൾ കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നിർത്തേണ്ടി വന്നതായിട്ട് തോന്നുന്നു. ഏതായാലും വളരെ ഞങ്ങൾ ആ കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കും വളരെ നന്നായിട്ട് തന്നെ തോന്നി. ടീച്ചറിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ. ഇന്ന് നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് നമ്മള് സമർപ്പണത്തിലേക്ക് പോവാണ്. അതിനു മുമ്പ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, അടുത്ത ക്ലാസ് 22-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ അനുകമ്പാ ദശകത്തിന്റെ 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും ശ്ലോകങ്ങളായിരിക്കും അതിൽ വരുന്നത്. ക്ഷമിക്കണം, ഇന്നത്തെ ബാക്കി ക്ലാസ്സുകൾ ആണെങ്കിൽ അന്ന് വരുന്നത് അർത്ഥം ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളായിരിക്കും വരുന്നത്. അപ്പൊ ഇനി സമർപ്പണം. വത്സല ചേച്ചി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛത് പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആകാവുന്നതാണ്.